ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി പോലീസ് സ്റ്റേഷനിലെത്തി ഗോപി പോലീസിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. ഗോപി പോലീസ് ആണെങ്കിലോ ഒന്നും വിട്ടു പറയുന്നില്ല. അന്നേരമാണ് ഗോപി പോലീസിന്റെ മുകളിലുള്ള സർ വന്നപ്പോൾ നിധി ആ സാറിനോടും ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് സർ ഇവിടെ അറിയുന്നത്, ആരാ നിങ്ങളെ അറിയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ സർ ഗോപി പോലീസിനെ ചീത്ത പറയുന്നു. ഗോപി പോലീസ് പറഞ്ഞു, ഇതൊക്കെ സുധീഷാണ് അപ്പോഴേ വിളിച്ചു പറയുന്നത്. ഈ കുട്ടി അയാൾക്ക് വലിയ ഇഷ്ടമാണ്, ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നിധി ഞെട്ടിപ്പോകുന്നു. നിധി കരഞ്ഞുകൊണ്ട്, സർ ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, ആധാറിന്റെ കോപ്പി ഇല്ലാതെ എങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്തത് എന്ന്. അത് കേൾക്കുമ്പോൾ പോലീസ് പറയുന്നത്, എന്താ കുട്ടി ഈ പറയുന്നത്, ആധാറിന്റെ കോപ്പിയൊക്കെ സുധീഷ് അല്ലേ എനിക്ക് തന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇനിയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നിധി അവിടെ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും വന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുന്നു. നിധി വേണ്ട എന്ന് പറഞ്ഞ് വിസമ്മതിച്ചെങ്കിലും സിദ്ധാർത്ഥ് നിർബന്ധിച്ചു കയറ്റുന്നു. അയാൾ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നിധി ഇവിടെയൊന്നുമല്ല, മനസ്സു നിറയെ തന്നെ ചതിച്ചതു മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്ത് പ്രശ്നമാണ്? ഒന്നുമില്ല, ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല, അതാണ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ്സൊക്കെ നല്ല സ്നേഹത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുമ്പോഴേക്കും വീടെത്താറായി, ഞാൻ ഇവിടെ ഇറങ്ങിക്കൊള്ളാം എന്ന് നിധി പറയുന്നു. വീട്ടിൽ വന്ന നിധിയെ എങ്ങനെ പ്രപ്പോസ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഇട്ടിരിക്കുകയാണ് നമ്മുടെ സുധീഷ്. അതേസമയം പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളെല്ലാം, ആധാർ കാർഡ് സുധീഷിന്റെ ഫോണിൽ ഉണ്ടായിരുന്നതും ഇത്രയൊക്കെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നതും എന്നൊക്കെ പറഞ്ഞ് നിധി ദേഷ്യപ്പെടുന്നുണ്ട് സുധീഷിനോട്. ഇനി ഡിവോഴ്സ് കഴിഞ്ഞാൽ ഞാൻ ഇയാളുടെ പരിസരത്തേക്ക് പോലും വരില്ല എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് സുധീഷ് ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുന്നു. എങ്ങനെയെങ്കിലും നിധിയെ ഒന്ന് കരയ്ക്കടിപ്പിക്കാൻ നോക്കുമ്പോൾ ഓരോരോ കുരുക്കുകൾ സുധീഷിനെ തേടി വരുന്നു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.